ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെ, ഇന്ന് 30-ാം തീയതി നമുക്ക് വണക്കമാസം വായിക്കാം. ദൈവമാതാവിനോടുള്ള ഭക്തിയുടെ സ്ഥിരത. ഒന്നാമത്, ഈ സ്ഥിരതയ്ക്കുള്ള ആവശ്യം. രണ്ടാമത്, അതിനുള്ള വിഘ്നം. മൂന്നാമത്, അത് പ്രാപിക്കുന്നതിന് ചെയ്യേണ്ട കാര്യങ്ങൾ. ആദ്യം, കപ്പലോടിക്കുന്നവൻ കരചേരുന്നതിന് ശേഷം മാത്രം ആശ്വസിക്കുന്നു. യുദ്ധം ചെയ്യുന്നവൻ ഭയപ്പെടാതെ തൻ്റെ ശത്രുക്കളെ തോൽപ്പിച്ച് ജയപ്രാപ്തനാകുന്നു. കൃഷിക്കാരൻ സകല വേലകളും മടിക്കാതെ ചെയ്ത് ധാന്യം സമ്പാദിക്കുന്നു. ഇപ്രകാരം തന്നെ ദൈവമാതാവിൻ്റെ മേൽ ഭക്തിയുള്ളവൻ അതിൽ മരണപര്യന്തം സ്ഥിരപ്പെട്ടിരുന്നാൽ മാത്രമേ തന്മൂലമുള്ള ആത്മീയ പ്രയോജനങ്ങളെല്ലാം അനുഭവിക്കുകയുള്ളൂ. തലസംബന്ധമായ വിശുദ്ധ ഗ്രിഗോറിയോസ് ഇപ്രകാരം പ്രസ്താവിക്കുന്നു: പരിശുദ്ധ കന്യകയെ, അങ്ങയെ സ്നേഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇടപെടാതെ സേവിച്ചു വരുമെങ്കിൽ ഞാൻ രക്ഷ പ്രാപിക്കുമെന്നത് നിശ്ചയമാകുന്നു. എന്നാൽ ചിലപ്പോൾ അങ്ങയെ മറന്ന് അങ്ങേ ശുശ്രൂഷയിൽ നിന്ന് മാറിപ്പോയേക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എത്രയോ പേർ തങ്ങളെ ദൈവമാതാവിന് കാഴ്ച കൊടുത്തുകൊണ്ട് ആ നാഥയുടെ സ്തുതിക്കായി ജപം, ദാനം, ശുദ്ധഭോജനം, ഉപവാസം മുതലായ സൽകൃത്യങ്ങളിൽ ദീർഘകാലം അഭ്യസിച്ചതിൻ്റെ ശേഷം അതെല്ലാം വിട്ടുപേക്ഷിച്ച് ഈ നായികയോട് ഭക്തിയില്ലാത്തവരായി തീർന്നിരിക്കുന്നു. ഇപ്രകാരമുള്ളവരെ നിത്യനാശത്തിൽ നിന്ന് രക്ഷിക്കുമെന്ന് ഉറപ്പായി പറയാമോ? നിങ്ങൾക്കും ഇതുപോലെയുള്ള നാശം വരുമോ എന്ന് ഭയപ്പെട്ട് ധൈര്യത്തോടു കൂടെ ദൈവമാതാവിനെക്കുറിച്ച് നടത്തിവരുന്ന സൽക്രിയകളിൽ സ്ഥിരമായിരുന്നു കൊള്ളണം. രണ്ടാമത്, ഈ സ്ഥിരതയ്ക്കുള്ള പ്രധാന വിഘ്നം നിങ്ങളുടെ അധൈര്യമാകുന്നു. നിങ്ങൾക്ക് മനസ്സമാധാനവും ആത്മീയ സന്തോഷവും ഉള്ളപ്പോൾ മതകൃത്യങ്ങളിൽ തൽപരതയും ശുഷ്കാന്തിയും പ്രദർശിപ്പിക്കുന്നു. എന്നാൽ ഈ സന്തോഷവും മാധുര്യവും കുറഞ്ഞാൽ അതിനോടുകൂടെ നിങ്ങളുടെ ജാഗ്രത കുറഞ്ഞു പോവുകയും നിങ്ങൾ ദൈവമാതാവിനെക്കുറിച്ച് തുടങ്ങിയ സൽക്രിയകൾ വിട്ടുപോയിരിക്കുകയും ചെയ്യുന്നു. ഈ നാശം നിങ്ങൾക്ക് നേരിടാതെ ഇരിപ്പാൻ തക്കവണ്ണം നിങ്ങൾ ഈ നാഥയെക്കുറിച്ച് ചെയ്തു വരുന്നുണ്ടെന്ന് പറഞ്ഞൊത്തിരിക്കുന്ന ജപങ്ങളും മറ്റു സൽക്രിയകളും ഏത് വിഘ്നങ്ങൾ നേരിട്ടാലും വിടാതെ തുടർന്ന് നടത്തണം. രണ്ടാമത്തെ വിഘ്നം പിശാചിൻ്റെ തന്ത്രങ്ങളാകുന്നു. ദൈവമാതാവ് മൂലം അനവധി ജനങ്ങൾ നരകത്തിൽ നിന്നൊഴിഞ്ഞ് മോക്ഷത്തിൽ ചേരുന്നുവെന്നും അനേക പാപികൾ മനസ്സ് തിരിഞ്ഞ് പാപത്തെ വിട്ടുപേക്ഷിക്കുന്നുവെന്നും ദൈവവരങ്ങൾ ഈ ഭൂലോകത്തിൽ ആറുപോലെ ഒഴുകി വരുന്നു എന്നും അറിഞ്ഞ പിശാച് ആ നായികയോടുള്ള ഭക്തി വണക്കങ്ങളെ സകല മനുഷ്യരിൽ നിന്നും നീക്കുന്നതിനും നിരന്തരം പ്രയത്നിക്കുന്നു. എന്നാൽ ശത്രുവിൻ്റെ ആ പരീക്ഷകളിൽ ഉൾപ്പെടാതെയും അവൻ്റെ ദുർന്യായങ്ങളെ പരിഗണിക്കാതെയും സധൈര്യം മുന്നോട്ട് നടക്കണം. മൂന്നാമത്, ദൈവമാതാവിനെക്കുറിച്ച് അനുഷ്ഠിക്കുന്ന സൽകൃത്യങ്ങളിൽ സ്ഥിരമായി നിൽക്കുന്നതിന് ആ നായികയുടെ മഹത്വത്തെയും ഗുണഗണങ്ങളെയും പറ്റി ധ്യാനിച്ചുകൊണ്ട് ആ മാതാവ് നൽകുന്ന അസംഖ്യം നന്മകളെ ഓർമ്മയിൽ വരുത്തണം. അത്രയുമല്ല, ഈ അമ്മയ്ക്ക് നമ്മുടെ നേരെയുള്ള അനന്ത സ്നേഹത്തെ വിചാരിച്ചുകൊണ്ട് ഈ നാഥയുടെ ശുശ്രൂഷയിൽ സ്ഥിരമായി നിൽക്കുന്നതിന് പ്രാർത്ഥിക്കുകയും വേണം. ദിനംപ്രതി ഈ മാതാവിനോട് പ്രാർത്ഥിച്ചു വന്നാൽ നമ്മെ പുണ്യത്തിൽ നിന്ന് സ്ഥിരപ്പെടുത്തുന്നതിന് തെല്ലും സംശയമില്ല. ദൃഷ്ടാന്തം: ഫ്രാൻസിൽ ലിയോൺസ് എന്ന പട്ടണത്തിൽ ദൈവമാതാവിൻ്റെ നാമത്തിൽ ഒരു പ്രസിദ്ധമായ പള്ളിയുണ്ട്. ആ ദേവാലയത്തെയും അതിൽ വണങ്ങപ്പെടുന്ന പരിശുദ്ധ കന്യകയുടെ തിരുസ്വരൂപങ്ങളെയും സംബന്ധിച്ച് അത്ഭുതകരങ്ങളായ ചില വിവരങ്ങൾ താഴെ ചേർക്കുന്നു. ഉയർന്ന ഗോത്രത്തിൽ പിറന്നവരും സമരചതുരന്മാരുമായ 3 ഭടന്മാർ 1732 ആണ്ടിൽ തുലുക്കരോട് വളരെ നാൾ യുദ്ധം ചെയ്തതിന് ശേഷം പിടിക്കപ്പെട്ട് കാരാഗൃഹത്തിൽ ബന്ധിക്കപ്പെട്ടു. അതിൻ്റെ ശേഷം തുലുക്കരുടെ രാജാവ് അവരെ മെസ്രൻ ദേശത്തേക്ക് കൊണ്ടുപോയി. മതപരിവർത്തനം ചെയ്യത്തക്കവണ്ണം അവരെ പല പ്രകാരത്തിൽ കഷ്ടപ്പെടുത്തുകയും ദുർന്യായങ്ങൾ പറഞ്ഞ് തങ്ങളുടെ വേദത്തിൽ ചേർക്കുന്നതിനായിട്ട് രാജാവ് കള്ളശാസ്ത്രികളെ അവരുടെ പക്കൽ അയക്കുകയും ചെയ്തുവെങ്കിലും അവർ കഷ്ടതയിൽ ഭയപ്പെടാതെയും ദുർന്യായങ്ങൾക്ക് വശംവദരാകാതെയും തങ്ങളുടെ വിശ്വാസത്തിൽ സുസ്ഥിരമായി നിന്നതേയുള്ളൂ. അപ്പോൾ രാജാവ്, ഞാൻ നിങ്ങൾക്ക് സമ്പത്തും സ്ഥാനങ്ങളും ഒക്കെ തരുന്നുണ്ട്, നിങ്ങൾ നമ്മോട് കൂടി നടക്കണം എന്ന് പറഞ്ഞ്
അവരെ മറിപ്പാൻ നോക്കി. അതും വിഫലമായെന്ന് കണ്ടപ്പോൾ വേറൊരു തന്ത്രം പ്രയോഗിപ്പാൻ നിശ്ചയിച്ചു. വശീകരണം കൊണ്ട് അവരെ മുഹമ്മദ് വേദത്തിൽ ചേർക്കുന്നതിന് രാജാവ് സൗന്ദര്യവതിയായ തൻ്റെ പുത്രി ഇസ്മേരിയോളിനെ അവരുടെ പക്കൽ അയച്ചു. എന്നാൽ ഈ ഭക്തന്മാരായ വീരശൂരന്മാർ അവളുടെ വചനങ്ങൾ ശ്രദ്ധിക്കാതെ അവളുടെ സത്യവേദത്തെക്കുറിച്ചും കന്യാവ്രതത്തിൻ്റെ മഹിമയ്ക്ക് അന്തരം വരാതിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവിനെക്കുറിച്ചും അനേക ന്യായങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോൾ ആ രാജകുമാരി പരിശുദ്ധ കന്യകയുടെ ഒരു പടം കാണുവാൻ വളരെ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ കാവൽ സ്ഥലത്തിൽ ഞങ്ങൾക്ക് ഒന്നും തന്നെ ഇല്ലാത്തതിനാൽ നീ ചോദിക്കുന്നത് തരുവാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടും അവളുടെ ആശ തീർന്നില്ല. അതിനാൽ അവരുടെ പക്കൽ ഒരു മുറിത്തടിയും ചില പണിക്കോപ്പുകളും കൊണ്ടുവന്നു കൊടുത്ത് ഏതു വിധത്തിലെങ്കിലും ദൈവമാതാവിൻ്റെ ഒരു പ്രതിമയുണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. നിർബന്ധം കൊണ്ട് അവർ സമ്മതിക്കേണ്ടതായും വന്നു. എന്നാൽ എന്തൊരത്ഭുതം! പിറ്റേ ദിവസം കാലത്തെ ഉണർന്നെഴുന്നേറ്റപ്പോൾ തങ്ങളുടെ കാരാഗൃഹത്തിൽ തന്നെ മോക്ഷരാജ്ഞിയുടെ അതിമനോഹരമായ ഒരു കൊത്തുരൂപമിരിക്കുന്നത് കാണാറായി. ഉടൻ തന്നെ ആ രൂപത്തിൻ്റെ സന്നിധിയിൽ സാഷ്ടാംഗം വീണ് സർവേശ്വരനെ സ്തുതിച്ചുകൊണ്ടാടി. അപ്പോൾ രാജപുത്രി അവരെ കാണാൻ വരികയും ദൈവമാതാവിൻ്റെ തിരുസ്വരൂപവും അതിൻ്റെ രമ്യമായ പ്രകാശവും കണ്ട് ഭ്രമിച്ച് ദണ്ഡനമസ്കാരം ചെയ്ത് ഭക്തിപൂർവ്വം വണങ്ങുകയും ചെയ്തു. ആ രാത്രിയിൽ തന്നെ ദൈവമാതാവ് ഈ 3 വീരശൂരന്മാർക്കും പ്രത്യക്ഷയായി നഗരി വിട്ടു പോകുവാൻ അവരോട് കൽപ്പിച്ചു. കൂടാതെ രാജകുമാരിക്കും കാണപ്പെട്ട് അവളും നഗരി വിട്ട് ഈ 3 ക്രിസ്ത്യാനികളോടെ കൂടെ പോകുന്നതിന് കൽപ്പിച്ചു. ഇങ്ങനെ 4 പേരും മോക്ഷരാജ്ഞിയുടെ വിശേഷ സഹായത്താൽ നഗരി വിട്ട് ഒരപകടവും കൂടാതെ പുറത്തു കടന്നു. അവർ തങ്ങളോടുകൂടെ മേൽപ്പറഞ്ഞ ദൈവമാതാവിൻ്റെ സ്വരൂപവും ഏറ്റവും പൂജ്യതയോടുകൂടെ കൊണ്ടുപോയിരുന്നു. നഗരി വിട്ടുപോയാൽ തുലുക്കരുടെ കയ്യിൽ അകപ്പെട്ടേക്കുമോ എന്നായിരുന്നു അവരുടെ ഭയം. ഈ ഭയത്തോടു കൂടിയാണ് രാത്രി നിദ്ര ചെയ്യാൻ പോയത്. എന്നാൽ ഉണർന്നെഴുന്നേറ്റപ്പോൾ തങ്ങൾ മിസ്രയീം ദേശത്തു നിന്നും സ്വന്തം രാജ്യമായ ഫ്രാൻസിൽ ദൈവവല്ലഭത്വത്താൽ കൊണ്ടുവരപ്പെട്ടതറിഞ്ഞ് സർവേശ്വരനെ സ്തുതിക്കുകയും തങ്ങൾക്ക് സംഭവിച്ചതെല്ലാം ശേഷം പേരോട് അറിയിക്കുകയും ചെയ്തു. മുൻ പറഞ്ഞ അത്ഭുത സ്വരൂപം അവരുടെ പക്കലിരിക്കുന്നതറിഞ്ഞ് അവരുടെ രൂപതയുടെ മെത്രാൻ ഈ അത്ഭുത സംഭവത്തെപ്പറ്റി വേണ്ട പരിശോധന ചെയ്യുകയും രാജകുമാരിയായ ഇസ്മേരിയോൾക്ക് മാമോദിസ കൊടുത്ത് മറിയം എന്ന പേരിടുകയും ഇവർ 4 പേരും വസിച്ച സ്ഥലത്തിൽ തന്നെ ദൈവമാതാവിൻ്റെ നാമത്തിൽ പിന്നീട് ഒരു ദേവാലയം പണിയിച്ച് മേൽപ്പറഞ്ഞ രൂപം അതിൽ സ്ഥാപിക്കുകയും ചെയ്തു. അന്നു മുതൽ ഇന്ന് വരെയും അനവധി അത്ഭുതങ്ങൾ അവിടെ നടന്നു വരുന്നു. ക്രിസ്ത്യാനികളെ, ഈ അത്ഭുത വൃത്താന്തത്തിൽ നിന്നും ദൈവമാതാവിനോടുള്ള ഭക്തി എത്ര പ്രയോജനമുള്ളതാണെന്ന് വിശദമാകുന്നുണ്ടല്ലോ. ജപം. കൃപയുടെ മാതാവേ, വരപ്രസാദം നിറഞ്ഞ മറിയമേ, എൻ്റെ അസ്ഥിരത എത്ര വലുതെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. ഞാൻ വീഴുമെങ്കിൽ എന്നെ താങ്ങിക്കൊള്ളണമേ. ഞാൻ വഴി പിണങ്ങി പോകുമെങ്കിൽ എന്നെ നല്ല വഴിയിൽ കൂടെ നടത്തിക്കൊള്ളണമേ. എൻ്റെ ആത്മശത്രുക്കളോടുള്ള യുദ്ധം ചെയ്യേണ്ടി വരുമ്പോൾ അവരെ ജയിപ്പാൻ തക്കവണ്ണം എന്നെ സഹായിക്കണമേ. ഈ ലോകമെന്ന സമുദ്രത്തിൽ ഞാൻ താണു നശിച്ചു പോകുമെന്ന് കണ്ടാൽ അങ്ങേ സങ്കേതമായ തുറമുഖത്തിൽ എന്നെ ചേർത്തുകൊള്ളണമേ. കടശി മരണസമയത്തിൽ എൻ്റെ ആത്മാവിനെ അങ്ങ് കൈക്കൊണ്ട് മോക്ഷരാജ്യത്തിൽ പ്രവേശിപ്പിച്ചു കൊള്ളണമേ. ശുദ്ധ ബെർണർദോസ് ദൈവമാതാവിനെ നോക്കി പ്രാർത്ഥിച്ച ജപം. എത്രയും ദയുള്ള മാതാവേ, നിൻ്റെ സംഗീതത്തിലോടി വന്ന് നിൻ്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിൻ്റെ അപേക്ഷയുടെ സഹായത്തിരുന്നവരിൽ ഒരുവനെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നനച്ചു കൊള്ളണമേ. കന്യാവ്രതക്കാട് രാജ്ഞിയായ കന്യകേ, ദയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിൻ്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണഞ്ഞു വരുന്നു. നെടുവീർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിൻ്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിൻ്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടല്ലണമേ. ആമേൻ. ഈശോ
ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. 3 പ്രാവശ്യം ജപം. 3 സ്വർഗസ്ഥനായ 3 നന്മ നിറഞ്ഞ മറിയമേ, 3 തൃത്വസ്തുതി ചൊല്ലാം. പരിശുദ്ധ മാതാവിൻ്റെ ലുത്തിനിയ ചൊല്ലാം. രാജകന്യക എന്ന ജപം നമുക്കൊരുമിച്ച് ചൊല്ലാം. രാജകന്യകയെ, മനോഗണത്തിൻ്റെ അമ്മയെ, നിനക്ക് സുസ്തി. ഞങ്ങളുടെ ആയുസ്സും മനോഗണവും മാധുര്യവും ശരണവും ആശ്രയവുമേ നിനക്ക് സുസ്തി. അലസി ഭാഗപ്പെട്ട് നടക്കുന്ന ഹാവായുടെ മക്കളായ ഞങ്ങൾ നിന്നെ വിളിക്കുന്നു, കരയുന്നു. ഈ സ്ഥലത്തിൽ നിന്ന് മുഴന്നു കരഞ്ഞുകൊണ്ട് നിൻ്റെ പക്കൽ നെടുവീർപ്പിടുന്നു. എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന അമ്മേ, മനോഗണമുള്ള നിൻ്റെ ശുദ്ധ കണ്ണുകൾ കൊണ്ട് ഞങ്ങളെ വിരവിൽ തിരഞ്ഞു നോക്കണമേ. വിശേഷിച്ച് ഈ അലസി ഭാഗം കടന്നതിൻ്റെ ശേഷം ശുദ്ധമായ നിൻ്റെ വയറ്റിൻ്റെ വാഴ്ത്തപ്പെട്ട ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാട്ടണമേ. അയ്യോ, കനിവും മനോഗണവും മാധുര്യവും ശരണവും ആശ്രയവുമാകുന്ന നീ എപ്പോഴും കന്യാസ്ത്രീ മറിയമേ, ആമേൻ. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ. ഓരോ അപേക്ഷയ്ക്കും ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലണം. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, അജ്ഞാനികൾ മുതലായ ദുർമതക്കാർ മനസ്സ് തിരിയാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, സത്യരാജാക്കൾ പ്രഭുക്കൾ തമ്മിൽ സമാധാനമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ വേദപാലകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, നിൻ്റെ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇന്നത്തെ സുഹൃജപം. ദൈവമാതാവേ, എൻ്റെ മരണനേരത്തിൽ എന്നെ സഹായിക്കണമേ. ഇന്നത്തെ സൽക്രിയ. ഈ മാസത്തിൻ്റെ കടശി ദിനം ദൈവമാതാവിൻ്റെ പീഠം അലങ്കരിച്ച് ചില കൊണ്ടാട്ടങ്ങൾ നടത്തണം. നല്ല മാതാവേ മാരിയേ, നിർമ്മല യോസേപ്പിതാവേ, നിങ്ങളുടെ പാദ പങ്കജത്തിൽ ഞങ്ങളെ വച്ചിതാ കുമ്പിടുന്നേ.